നമസ്കാരം പ്രേക്ഷകരെ, ഇത് കാണുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ വേറെ എന്ത് കാണാനാണ്? ഇത് അതുല് കോട്ടയം അതിരമ്പുഴ സ്കൂളിൽ നിന്നാണ് വരുന്നത്. 14 വയസ്സാണ്. പിന്നെ ജന്മന ഒരു കാലില്ല. ഇൻക്ലൂസീവ് ബാഡ്മിന്റണിന് വേണ്ടി കളിച്ചതാണ്. അപ്പോൾ എനിക്ക് വളരെ പെട്ടെന്നാണ് അതിൽ എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്. അതിലൊരു വിശേഷങ്ങൾ ചോദിച്ചപ്പോൾ അതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബാഡ്മിന്റൺ ആഗ്രഹിച്ച് കളിച്ചതാണ്, വാശിക്ക് പുറത്ത് കളിച്ചതാണ്. എന്റെ കൂട്ടുകാര്, സുഹൃത്തുക്കൾ ഇവരെല്ലാവരും തന്നെ ഇവനെ ഒറ്റപ്പെടുത്തി അവഗണിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇവന് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് തന്നെ ബാഡ്മിന്റൺ കളിക്കാനോ അല്ലെങ്കിൽ കളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും കൂട്ടാക്കാതെ നിൽക്കുന്ന ആളുകളുണ്ടായിരുന്നു. അവരുടെ മുന്നിൽ വാശി കളിച്ചുകൊണ്ടാണ് അവൻ ഇന്ന് സംസ്ഥാന കായിക മേളയിൽ കോട്ടയത്തെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് അവൻ കളിക്കാൻ ഇറങ്ങുന്നത്. എന്തായാലും അതിലെ ഒരുപാട് സന്തോഷമാണ് കാണാൻ. എങ്ങനെ ഉണ്ടായിരുന്നു കളി? എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, നല്ല കളിയായിരുന്നു. അങ്ങനെ ചോദിച്ചാൽ നല്ല കളിയാ. പിന്നെ കൂട്ടുകാർക്ക് കൂടെ നിന്നുകൊണ്ട്, പാരന്റ്സ് കൂടെ നിന്നുകൊണ്ടുമാണ് ഇവിടെ വരാൻ പറ്റിയത്. പിന്നെ എനിക്ക് പിന്നെ അന്ന് തരാത്തവർക്ക് വേണ്ടി വാശി തോന്നിയിട്ടാണ് ഞാൻ ഇവിടെ കളിക്കാൻ വന്നത്. വാശിയുടെ പുറത്ത് തന്നെയാണ് നീ കളിച്ചത്? യെസ്. ഞാൻ അവിടെ ചെല്ലുമ്പോ എല്ലാവരും പറയും നീ പോക്കോ, എനിക്ക് വരത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞ്. ഒരു ദിവസം ഞാൻ അങ്ങനെ നിന്നപ്പോ ഒരു ചേട്ടനാണ് ബാധ്യ എന്നിട്ട് എന്നോട് പറഞ്ഞ് നിന്നെ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഇവിടെ വന്നിട്ട്. ആ ചേട്ടന്റെ പേര് മനു എന്നാണ്. ആ ചേട്ടനാണ് എനിക്ക് ഇതൊക്കെ തന്നത്. ആ ഒരു വാശിക്ക് പുറത്ത് പിന്നീട് ആഗ്രഹമായിരുന്നു. യെസ്, അങ്ങനെയാണ് വന്നത്. ടീച്ചേഴ്സിന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ? ടീച്ചർ സപ്പോർട്ട് ചെയ്ത് BRC വന്നു, അങ്ങനെയൊക്കെ ആയി. പിന്നെ ടീച്ചർ പറഞ്ഞ് നിന്നെ കൊണ്ട് പറ്റും, നീ ശ്രമിച്ചാൽ മതി, അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ ഇവിടെ ഇങ്ങനെ വന്നത്. നമ്മൾ ഈ ഇൻക്ലൂസീവ് സ്പോർട്സിനിടയിൽ നമ്മൾ ഒരുപാട് വിദ്യാർത്ഥികളെ കാണുന്നുണ്ട്. അവരെല്ലാവരും അവരുടെ പാഷന്റെ പുറത്തും അവരുടെ ആഗ്രഹത്തിന് പുറത്തും അവരുടെ ഫൈറ്റിംഗ് സ്പിരിറ്റിന് പുറത്താണ് കളിക്കുന്നത്. അത് നമ്മൾ കാണുമ്പോൾ വളരെയധികം നമുക്കൊരു സന്തോഷം തോന്നുന്നുണ്ട്. കാരണം അവരൊക്കെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സമൂഹമുണ്ട്. ഇപ്പോൾ അതിൽ കാണുന്നത് പോലെ തന്നെ അതിൽ മാറ്റി നിർത്തിയിട്ടൊരു സമൂഹം ഉണ്ടായിരുന്നു. പക്ഷെ ചേർത്ത് പിടിക്കാൻ മനു എന്ന് പറഞ്ഞൊരു ചേട്ടൻ അതിലുണ്ടായിരുന്നു. അതിനുശേഷം വാശിപ്പുറത്ത് കളിക്കാൻ വന്നതാണ്. അതില് പേരൻസിനെ പറ്റി പറയാം, രക്ഷിതാക്കൾ. അച്ഛൻ പഞ്ചായത്തിൽ കാ കുടിക്കുന്നത്, അമ്മ കുവൈറ്റിലാണ്, നേഴ്സാണ്. അപ്പൊ എങ്ങനെയുണ്ട് നിങ്ങള് ദിവസം പോകുന്നത്? എങ്ങനെയാണ്? ആ സൈക്കിളിൽ പോവും, അച്ഛൻ കൊണ്ടാക്കുകയും ചെയ്യും. അതെ. അപ്പൊ ആ ഒരു വാശിപ്പുറത്ത് കളിച്ചാണ്. അപ്പൊ എന്ത് ലക്ഷ്യം എന്താണ്? വലുതാകുമ്പോ ഒരു ചാമ്പ്യൻ ആകണമെന്നാണ്. എന്നിട്ട് ഇതുപോലെ തുടങ്ങും ട്രെയിനിങ് ഒക്കെ. പ്രാക്ടീസ് ഒക്കെ എങ്ങനെയാണ്? കുഴപ്പമില്ല, അവിടെ കളിക്കുമ്പോ ഇപ്പൊ കൂട്ടുകാരൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. ഇപ്പൊ ഈ അന്ന് പറഞ്ഞു വിട്ടവരൊക്കെ ഇപ്പൊ ചേർത്ത് പിടിക്കുന്നുണ്ടോ? അതോ എന്താണ്? അവരില്ല, പിന്നെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്, അവരൊക്കെ ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ ഇതിന്റെ ടാലന്റ് മനസ്സിലാക്കുന്നുണ്ട്. യെസ്. അന്ന് വിട്ടവർക്കുള്ള മറുപടിയാണ് അതില് ഇന്ന് സംസ്ഥാന കായിക മേളയിൽ വന്ന് നിൽക്കുന്നത്. ക്യാമറമാൻ സന്തോഷ് കുമാറിനൊപ്പം ഹരികൃഷ്ണൻ, ന്യൂസ് 18.